ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ ഇതുവരെ എൻട്രി ഒന്നും കിട്ടിയില്ല. അവിടെ ഫ്ലാറ്റ് ട്രേഡ് കാണാൻ കാലിയാണ്. മറ്റ് എൻട്രിയിൽ ഓർഡേഴ്സും പൊസിഷൻസും എല്ലാം സീറോ ആണ്. സോ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ ഒരു വലിയൊരു ക്യാൻഡിലാണ്. ഇനി 50 മിനിറ്റിൽ 5 മിനിറ്റിലും വലിയ ക്യാൻഡിൽ തന്നെയാണ്. സോ അതിൻ്റെ താഴേക്ക് വന്നിട്ട് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് 24,465.65. ആ ഏരിയ ടാപ്പ് ചെയ്തു. പക്ഷേ ടാപ്പ് ചെയ്ത് 1 മിനിറ്റിൽ പ്രോപ്പർ എൻട്രി ഒന്നും കിട്ടിയിരുന്നെങ്കിൽ അവിടെ എടുക്കുകയാണ്. പക്ഷേ 1 മിനിറ്റിൽ പ്രോപ്പർ എൻട്രിയും തരാതെ രാവിലെ ഓപ്പൺ ആയ സമയത്ത് അതിൻ്റെ തൊട്ടടുത്താണ് ഓപ്പൺ ആയത് ഈ ലെവലിൻ്റെ. പക്ഷേ അവിടെ ടാപ്പ് ചെയ്തില്ല. ഇനി അവിടെ നിന്ന് മേലേക്ക് ഒരു വീണ്ടും താഴെ വന്നിട്ടാണ് ടാപ്പ് ചെയ്ത് കറക്റ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം മേലേക്ക് കുത്തനെ കയറിപ്പോയി. ഇത് മുന്നത്തെ ചാർട്ട് ഞാൻ ഇന്നലെ മെനിയാനത്തൊക്കെ ലൈവ് ട്രേഡിൻ്റെ വീഡിയോസിൽ നോക്കുകയാണെങ്കിൽ ഈ ലെവൽ കാണാൻ പറ്റും. ഞാൻ കുറേ ദിവസമായിട്ട് മാർക്ക് ചെയ്ത് ഇരിക്കുന്ന ഒരു ലെവലാണ്. പക്ഷേ അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഡേ ഹൈ വരെ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് പോയിൻ്റ് നോക്കുകയാണെങ്കിൽ 100 പോയിന്റിലും കൂടുതലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ 1 മിനിറ്റിൽ പ്രോപ്പർ എൻട്രി ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി സോ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റിയ ലെവൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഇവിടെയൊക്കെ ഓരോ സ്വിംഗ് ലോസ് ഉണ്ട്. 2 ഏരിയാസ് ഉണ്ട്. 24,536.55 ഉണ്ട്. 24,522.05 ഉണ്ട്. അതിലധികം ടാപ്പ് ചെയ്യുമ്പോഴായിരിക്കും ഇനി അപ്സൈഡിലേക്ക് ഒരു എൻട്രി ഉണ്ടാവുക. ഡൗൺ സൈഡിലേക്ക് എൻട്രി നോക്കാൻ പറ്റിയ ലെവൽ ഇനി ഇവിടെയാണുള്ളത്. 24,677.9 ഇതിലേതെങ്കിലും ലെവൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിന് ആവശ്യമില്ല. ഈ ലെവൽ ഓൾറെഡി ടാപ്പ് ചെയ്ത് മൂവ്മെൻറ്റും കഴിഞ്ഞ് നമുക്ക് എൻട്രി കിട്ടിയില്ല. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നിലവിലുള്ള 3 ലെവൽസ് ഇതുമാണ്. ഇതിലേതെങ്കിലും ടാപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇനി ഒരു എൻട്രി ഉണ്ടാവുക. നോക്കി എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12 മണി ആവുന്നുള്ളൂ. സമയമൊക്കെ ഉണ്ട്. ഇത് ടാപ്പ് ചെയ്തിട്ട് നോക്കി നോക്കാം. ഇന്നും കൂടെ കഴിഞ്ഞാൽ ഈ മന്ത് എൻ്റെ ആവാണ്. ഈ മന്തിൻ്റെ PNL ഞാൻ നാളെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ബാക്കി നോക്കാം. നേരത്തെ പറഞ്ഞ ലെവൽ ടാപ്പ് ചെയ്ത് എൻട്രി വരുന്നുണ്ട്. ഹൈ ടൈം ഫ്രെയിം ലെവൽ ടാപ്പ് ചെയ്ത് 5 മിനിറ്റ് ഐഡിക്സ് അതിന് ശേഷം 1 മിനിറ്റിൽ പ്രോപ്പർ എൻട്രി വരുന്നുണ്ട്. എൻട്രി വരുന്ന ലെവൽ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യും. ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ താഴെയാണ്. 24,538.8 എൻട്രി. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മേലേക്ക് ഒരു എൻട്രി എടുക്കാം. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ ഞാൻ ഫോണിൽ റെഡിയാക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 24,500 കോൾ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. 24,500 കോൾ ഓപ്ഷൻ, 6 പോയിൻ്റ് SL, ബ്രാക്കറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ, 30 പോയിൻ്റ് ടാർഗറ്റ്, 6 പോയിൻ്റ് SL. ഓക്കെ, അവിടെ ടാപ്പ് ചെയ്ത് എൻട്രി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൽ സ്ട്രൈക്ക് മാറ്റി സെലക്ട് ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അതിൻ്റെ ചാർട്ട് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് നോക്കി നോക്കാം. 24,500 കോൾ ഓപ്ഷൻ. ഓക്കെ, സോ അതിൽ ഫ്ലാറ്റ് ട്രേഡിൽ പോയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. 127.75 എൻട്രി വന്നത്. എൻ്റെ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 157 130 ഓക്കെ, കറക്റ്റ് 30 പോയിൻറ്റ്സിലാണ് ടാർഗറ്റ് വന്നത്. അപ്പോൾ ഇനി മോഡിഫൈ ചെയ്യാനൊന്നുമില്ല. SL നോക്കുകയാണെങ്കിൽ 121.75, അത് കറക്റ്റ് 6 പോയിൻ്റിലാണ് വന്നത്. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, വെയിറ്റ് ചെയ്യാനുള്ളൂ. 127.75 എൻട്രി. ആ ഏരിയ നോക്കുകയാണ് 127.75, 127.567 ഓക്കെ, 127.75 ഇവിടെയാണ് എൻട്രി ഉള്ളത്. ഇനി ടാർഗറ്റ് കറക്റ്റ് 30 പോയിൻറ്റ്സിൽ തന്നെയാണ് വന്നത്. 30 പോയിൻറ്റ്സ് പറയുമ്പോൾ 157 ഏകദേശം ഇവിടെ ആയിട്ട് വരും 30 പോയിൻറ്റ്സ്. ഓക്കെ, സോ ടാർഗറ്റ് ഇവിടെയാണ്. SL 6 പോയിൻറ്റ്, 5 പോയിൻറ്റ് ഏകദേശം ഇവിടെ ആയിട്ട് ഒരു SL. സോ SLും ടാർഗറ്റ് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിഫ്റ്റിയിൽ ടാർഗറ്റ് ഡേ ഹൈ ആണ് നിഫ്റ്റിൻ്റെ സ്പോട്ട് ചാർട്ടിൽ. അപ്പോൾ ഇതിൽ 30 പോയിൻ്റ് അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ മാനുവൽ എക്സിറ്റ് അടിക്കുന്ന ഏരിയ ഡേ ഹൈയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഡേ ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ഹൈ ഇവിടെയാണ് വരിക. ഏകദേശം 33 പോയിൻറ്റ്സാണ് ഡേ ഹൈയിലേക്കുള്ളത്. പെട്ടെന്നൊരു മൂവ്മെൻ്റ് ഒക്കെ വരികയാണെങ്കിൽ ഡേ ഹൈയിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. ടാർഗറ്റ് അടിക്കുകയല്ല 30 പോയിൻ്റൊക്കെ കിട്ടുള്ളൂ. അതല്ലാണ്ടെങ്കിൽ 30 കിട്ടില്ല. നമ്മൾ എൻട്രി എടുത്ത ഏരിയയിൽ ചെറിയ മൂവ്മെൻറ്റൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് മേലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അത് മേലേക്ക് വരുമോ എവിടെ എത്തുന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. നല്ലൊരു മൂവ്മെൻ്റ് അവിടെ കാണിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ പ്രോഫിറ്റ് കയറി വരുന്നുണ്ട്. ഇത് ഡേ ഹൈ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇനി എത്ര പ്രോഫിറ്റ് ആയാലും ഞാൻ ആ ടൈമിൽ എക്സിറ്റ് അടിക്കുന്നതായിരിക്കും. നിഫ്റ്റിയിൽ ഡേ ഹൈ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 30 പോയിൻറ്റ്സ് ഒന്നും ആവണമെന്നില്ല. 10 പോയിൻ്റ് 20 പോയിൻ്റ് എത്ര ഉള്ളതെന്ന് വെച്ചാൽ അതിൽ വെച്ച് മാനുവലി എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് കറൻറ്റിലുള്ള പ്ലാൻ. ആ പ്ലാനിലായിരിക്കും ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 1:5 കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് ഇത് ടാർഗറ്റ് ആണോ SL ആണോ എന്താണെന്നുള്ളതൊക്കെ പറയാം.
ഇന്നത്തെ ഫസ്റ്റ് ട്രേഡ് SL അടിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം അതിൻ്റെ ലോസ് എമൗണ്ടും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഡറിൽ പോയി നോക്കിയാൽ 12/11 28-നാണ് ടാർഗറ്റ് അല്ല SL അടിച്ചത്. 28 ആകുമ്പോൾ ഒരു 10-17 മിനിറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. 17 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ആകെ ട്രേഡ്. അപ്പോൾ സാധാരണ വരുന്ന പോലെ തന്നെ സാധാരണ വരുന്ന എമൗണ്ടിനാണ് വലിയ സ്ലിപ്പേജ് കാര്യങ്ങളൊന്നുമില്ല. ഒരു 10-11 രൂപ സ്ലിപ്പേജ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ട്രേഡാണ്. ഫസ്റ്റ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് താഴെ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുന്ന അവിടെ പക്ഷേ എൻട്രി കിട്ടിയില്ല. പിന്നെ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് അവിടെ നിന്ന് എൻട്രി എടുത്ത് അത് SL അടിച്ച് അതിന് ആവശ്യമില്ല, അതോട് പോയി കളയാം നമുക്ക്. ഇനിയിപ്പോൾ പുതിയൊരു എൻട്രി നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ തന്നെ ഒരു ലിക്വിഡിറ്റി ഏരിയയും കൂടെ ഉണ്ട്. ഇന്ന് ക്രിയേറ്റ് ചെയ്ത 5 മിനിറ്റ് IDX അവിടെ 22.05 അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇനി മേലേക്ക് ഒരു എൻട്രി നോക്കാം. ടാപ്പ് ചെയ്യണമെങ്കിൽ അല്ല, ടാപ്പ് ചെയ്തിട്ട് അവിടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ആ ടാപ്പ് ചെയ്തിട്ട് 1 മിനിറ്റിൽ പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ മേലേക്ക് അപ്പ് സൈഡിലേക്ക് ഒരു എൻട്രി എടുക്കാം. അതല്ല എൻട്രി കിട്ടുന്നില്ലെങ്കിൽ ഇന്ന് എൻട്രി ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നല്ല എൻട്രി വരികയാണെങ്കിൽ ഞാൻ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ 29-ാം തീയതിയാണ്. ഈ മാസം കഴിയാനായിട്ട് കഴിഞ്ഞ് ഇന്നാണ് ലാസ്റ്റ് ഡേ ഈ മാസത്തെ. ഇന്ന് ലോസ് ആണെങ്കിൽ ഓവറോൾ ഈ മന്ത് ചെറിയൊരു ലോസിലായിരിക്കും. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. അങ്ങനെ മാർക്കറ്റൊക്കെ ക്ലോസ് ആയി. ഇന്ന് വേറെ ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ രാവിലെ നമ്മൾ പറഞ്ഞ ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. 1361.25 നമുക്ക് ലോസ് വന്നത്. എൻട്രീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ 12-11 എടുത്ത് 12-28 എക്സിറ്റ് ആയ ട്രേഡാണ്. അതിനുശേഷം നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലിക്വിഡിറ്റി ഏരിയസ് ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 1 മിനിറ്റിൽ പ്രോപ്പർ എൻട്രി കാര്യങ്ങളൊന്നും തന്നില്ല. ഇന്ന് ക്രിയേറ്റ് ചെയ്ത 5 മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയസ് ഒക്കെ ഉണ്ട് ഇവിടെ. പ്രോപ്പർ IDX തന്നെയാണ്. അത് ടാപ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ 1 മിനിറ്റിൽ പ്രോപ്പർ എൻട്രിയും കാര്യങ്ങളൊന്നും തന്നില്ല. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് ലിക്വിഡിറ്റി ഏരിയാസ് എടുത്തിട്ടുണ്ട്. ഇന്ന് ഡേലോ ഒരു ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടാപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മൾ മേലേക്ക് ഒരു എൻട്രി നോക്കി. ഒരു പ്രീവിയസ്ലി ഉണ്ടാക്കിയ ഒരു 50 മിനിറ്റ് IDX ടാപ്പ് ചെയ്തിട്ട് പക്ഷേ അവിടെ നിന്ന് എൻട്രിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അത് മേലേക്ക് കുത്തനെ കയറിപ്പോയി. പിന്നെ ഡേ ഹൈ എടുത്ത് ഡേ ഹൈ ഒരു ലിക്വിഡിറ്റിയാണ്, അത് ടാപ്പ് ചെയ്ത് അതിനുശേഷം താഴേക്ക് വന്ന് അങ്ങനെ പിന്നെ ഇന്ന് ക്രിയേറ്റ് ചെയ്ത 2-3 ലിക്വിഡിറ്റി ഏരിയാസാണ് ഇവിടെ മാർക്ക് ചെയ്യുക. അത് ടാപ്പ് ചെയ്ത് അവിടെ നിന്ന് റിയാക്ട് ചെയ്ത് താഴേക്ക് വന്ന് പക്ഷേ അവിടെ നിന്നൊന്നും നമുക്ക് എൻട്രി കിട്ടിയില്ല. എൻട്രി കിട്ടിയത് ഈ ഒരു ചെറിയ ലിക്വിഡിറ്റി ഏരിയയാണ് ഇനി മേലോട്ട് അപ്പ് സൈഡിലേക്കുള്ളത്. 12-11 24,500 കോൾ ഓപ്ഷനിൽ 12-11 വരുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഇവിടെ നിന്നാണ് എൻട്രി കിട്ടിയത്. അത് ആ ഡയറക്ഷനിലേക്ക് പോയതുമില്ല. സോ കുഴപ്പമില്ല, നല്ലൊരു എൻട്രിയാണ്. അത് SL അടിക്കുകയും ചെയ്ത്. ഈ മാസം ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ന് 29 ഈ മാസം എൻഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് 30-31 ലീവാണ്. ഇനി 1-ാം തീയതിക്ക് ഉണ്ടാവുക. നെക്സ്റ്റ് മന്ത് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് മന്ത് ഞാൻ ലോട്ട് സൈസ് കൂട്ടുന്നുണ്ട്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന 3 ലോട്ടിലാണ്. ഇനി 4 ലോട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നാളെ എന്തായാലും ഈ മാസത്തെ PNLൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ലോട്ട് സൈസ് കൂട്ടുന്നതിനെ പറ്റിയിട്ടൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ മാസം എനിക്ക് ചെറിയൊരു ലോസാണ് ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ സ്റ്റിൽ ഞാൻ ലോട്ട് സൈസ് കൂട്ടാൻ പോവാണ്. അതെന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒറ്റ ട്രേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.